ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമുക്ക് ഉള്ളത്. കൊച്ചിയിലെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ കുറച്ച് വീഡിയോസ് നമുക്കിന്ന് കാണാം കേട്ടോ. ഈ ഒരു വൈബ് നമുക്ക് മാത്രമുള്ള വൈബാട്ടോ, നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രമുള്ളൊരു വൈബായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലോകത്ത് എവിടെ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബ് എന്താണെങ്കിലും കിട്ടില്ല. ഫുഡിന് ഫുഡ്, പാട്ടിന് പാട്ട്, ഫുൾ ആൾക്കാർ, അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടല്ലോ, ആ ട്രീ ഉള്ള ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അമ്മു ഇസയാണ്. ഇസ ചേച്ചിയുടെ മോളാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളാണ്. രണ്ടുപേരും സെയിം ഏജാണ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. ഇടയ്ക്ക് അടിയൊക്കെ ഉണ്ടാക്കും, എന്നാലും രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ന്യൂ ഇയർ ഈ ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ ഫുഡ് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊന്നും ഇത്ര ഉണ്ടായിട്ടില്ല. ഈ വർഷം ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റും നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് സ്റ്റാൾ ഉണ്ട്. അപ്പോൾ അത് ഇതാണ് കേട്ടോ ന്യൂ ഇയറിനുള്ള ട്രീ. ഇതൊരു വലിയൊരു ട്രീ ആണ്. നിങ്ങൾ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഫുള്ള് എല്ലാ വർഷവും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. ഇതൊക്കെ ഈ കുട്ടികൾക്ക് കിട്ടുന്ന മെമ്മറീസ് ആണല്ലേ, ലൈഫ് ലോങ് അവർക്ക് കിട്ടുന്ന മെമ്മറീസ് ആയിരിക്കും ഇതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർക്കുകയാണെങ്കിലും നമ്മൾ പെരുന്നാളിന് പോയത് എനിക്ക് ഓർക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയത്, അല്ലെങ്കിൽ ഇങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ വരും. നമ്മുടെ പള്ളിപ്പെരുന്നാളാണ് എനിക്ക് ഓർമ്മ വരിക. ആൻറ്റിമാരുടെ വീട്ടിൽ പെരുന്നാൾ വരുമ്പോൾ അവിടെ പോകും. അതുപോലെ നമ്മുടെ പള്ളിയിൽ പെരുന്നാളിന് എല്ലാവരും ഇങ്ങോട്ട് വരിക, അവിടെ പോകുക, ബലൂൺ കിട്ടുക, കളിപ്പാട്ടങ്ങൾ കിട്ടുക, അതൊക്കെയാണ് നമുക്ക് ഓർമ്മയിലുള്ളതല്ലേ. അപ്പോൾ ഇവരെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴും ഇവർക്കൊരു ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു മെമ്മറി കിട്ടുന്ന ഒരു സംഭവമായിരിക്കും ഇതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ നമ്മളത് ഇപ്പോൾ കറക്റ്റ് ട്രീയുടെ താഴെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രീയുടെ താഴെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. എന്തോരം ആൾക്കാരുടെ എത്ര നാളത്തെ കഷ്ടപ്പാടാണല്ലേ നമ്മൾ ഈ കാണുന്നത്. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫുൾ ബ്ലൂ കളറായിരുന്നു ഈ വർഷത്തെ തീം. പക്ഷേ സൂപ്പർന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇപ്രാവശ്യം ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് ഫുഡാണ് കേട്ടോ. ഒരു വർഷം കഴിക്കാതിരുന്ന എല്ലാ കൊതികളും ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. സാധാരണ നമുക്കിങ്ങനെ ഫുഡിനോടൊന്നും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല ദുബായിൽ നിന്ന് വെക്കേഷന് പോകുമ്പോൾ. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ നിന്ന് വെക്കേഷന് വന്നതുകൊണ്ട് എന്ത് ഫുഡ് കണ്ടാലും നല്ല അടിപൊളിയായിട്ട് ഫുഡ് തട്ടിയൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ 4 പേരും. അങ്ങനെ അതെ. പിന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ലൈറ്റൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ കൂടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു വൈബ്. പിന്നെ ഈ വർഷം നമ്മുടെ ഫോട്ടോ വെച്ചിൽ കത്തിച്ച പാപ്പാഞ്ഞി ഇതാണ് കേട്ടോ. അപ്പോൾ പാപ്പാഞ്ഞിനൊക്കെ നമ്മൾ ന്യൂ ഇയറിന് മുമ്പ് തന്നെ പോയി എല്ലാം കണ്ട് സെറ്റായി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോസിലുണ്ടാവും. ഫുഡ് അടി പരിപാടി ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം വയറ്റിൽ സ്ഥലവും ഇല്ലാണ്ടായി. എന്നാലും കൊതി കാരണം പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക.
കുറേ നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ കുറേ നേരം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ. 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണേലും നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണപ്പോൾ കുറേ ഓർണമെൻറ്റ്സ്, കമ്മൽ, മാല സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ കൊച്ചി ഇങ്ങനെയായിരിക്കും. കൊച്ചിയിലെ വീടുകളൊക്കെ അത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളി ക്രിസ്മസ് ന്യൂ ഇയർ വൈബിൽ വീടുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. നോർമലി തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ പെരുന്നാളിന് ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ട് നല്ല സെറ്റാക്കി വയ്ക്കില്ലേ. ഇവിടെ ന്യൂ ഇയർ ക്രിസ്മസ് ആണ് കേട്ടോ കൊച്ചിയിൽ ഏറ്റവും വലിയ സെലിബ്രേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ്സ് വരുന്നതും നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കുന്നതും അങ്ങനെയൊക്കെ ഈ ന്യൂ ഇയറിൻ്റെ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂ ഇയറിന് വീട്ടിൽ നല്ല ബാർബിക്യൂ ഒക്കെ ചെയ്ത് നല്ല അടിപൊളി വൈബിലിരിക്കും. അപ്പോൾ വീടുകളും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യും. അങ്ങനെ നമ്മളത് നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ന്യൂ ഇയർ ഗ്രൗണ്ടിൽ പോക്കൊക്കെ ഇതോടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.